ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ ഒരു 1/2 കപ്പ് പാൽപ്പൊടി വേണം. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ആണ്. പിന്നെ നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1.5 കപ്പ് പാല് വേണം. സാധാ പാക്കറ്റിൽ കിട്ടുന്ന പാലില്ലേ, അതൊരു 1.5 കപ്പ് എടുക്കുക. പിന്നെ നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് ഈ ഒരു പരുവത്തിലായി കിട്ടും. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കും. നിങ്ങൾക്കറിയാമല്ലോ, അടിയിൽ പിടിച്ചാൽ ടേസ്റ്റ് ആകെ മാറിപ്പോവും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാകും കൊക്കോ പൗഡർ ശരിക്കും മിക്സ് ആയിട്ടില്ല. അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അരിക്കാതെയാണ് ഇതിൽ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലതുപോലെ അരിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റൊന്നും വ്യത്യാസമൊന്നും വരില്ല. ഇതിന് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം വേണം. അതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ, ഞാനിവിടെ നെസ്കഫേൻ്റെ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ളൂ, അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമും ഹെവി ക്രീമുമാണ്. വിപ്പിംഗ് ക്രീം ഞാനിവിടെ 2 ടിന്ന് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ടിന്ന് 160 ഗ്രാം വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഏകദേശം 1.5 കപ്പാണ്. അപ്പോൾ 1.5 കപ്പ് ഹെവി ക്രീം വേണം. അതുപോലെ വിപ്പിംഗ് ക്രീം 200 ml ആണ്, അത് 1 കപ്പുണ്ട്. അപ്പോൾ 1.5 കപ്പ് ഹെവി ക്രീമും 1 കപ്പ് വിപ്പിംഗ് ക്രീമുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഹെവി ക്രീം ഇല്ല, വിപ്പിംഗ് ക്രീം മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം മതി. അത് കുറച്ച് കൂടുതൽ എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ എടുത്ത ഹെവി ക്രീം ഹണി ഫ്ലേവർ ഉള്ളതാണ്, അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ ആയിപ്പോയത്. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് വേണം. ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പിന്നെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം എൻ്റെ ഹെവി ക്രീമിൽ ഹണി ഉള്ളത് കൊണ്ടാണ് ഞാനൊരു പകുതി എടുത്തത്. ഓക്കെ, ഇനി ഇത് നമുക്ക് കുറച്ച് സമയം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് നോക്കുക, നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച കൊക്കോ പൗഡർ മിക്സ് ഇല്ലേ, അത് നല്ലതുപോലെ തണുത്തിട്ടുണ്ടാവും. ചെറിയൊരു ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെറിയ ചൂടേ, അധികം ചൂടുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ കൊക്കോ പൗഡർ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതേ ചേർത്ത് കൊടുത്തിട്ടുള്ളേ. ടേസ്റ്റ് നോക്കിയപ്പോൾ മധുരം കണക്കായിട്ടുണ്ട്, അപ്പോൾ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഹണി ഉള്ളതുകൊണ്ട് കറക്റ്റ് മധുരമായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ ഹെവി വിപ്പിംഗ് ക്രീമിന് മധുരം ഉള്ളതാണോ, ചില വിപ്പിംഗ് ക്രീമിന് നല്ല മധുരം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നോക്കിയിട്ട് മധുരം ചേർത്ത് കൊടുക്കുക, വേണമെങ്കിൽ മാത്രം. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുക, നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ കൊക്കോ മിക്സിൻ്റെ അകത്ത് ചെറിയ ചെറിയ തരികളുണ്ട് കൊക്കോ പൗഡറിൻ്റെ. അത് കുഴപ്പമൊന്നുമില്ല, അതിന് ടേസ്റ്റൊന്നും ഒരു വ്യത്യാസമൊന്നും വരുന്നൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് ഈ തരികളൊന്നും കാണണ്ട എന്നുണ്ടെങ്കിൽ ആദ്യം കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ അരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അത് ഞാൻ വിട്ടുപോയതാണ്. അങ്ങനെ നമ്മുടെ പുഡിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ് ബൗളിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് ഫസ്റ്റ് നമുക്ക് ഒരു പാക്കറ്റ് ആരോറൂട്ട് ബിസ്ക്കറ്റ് വേണം. ആരോറൂട്ട് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീ ബിസ്ക്കറ്റ് എടുക്കുക. നമ്മുടെ കോഫി മിക്സ് ചെറിയൊരു ചൂടുണ്ട്, അത് കുഴപ്പമില്ല. ബിസ്ക്കറ്റ് ഓരോന്നായി ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരുപോലെ ലെയർ ചെയ്ത് കൊടുക്കാം. ഒഴിവായ സ്ഥലത്തൊക്കെ ഇത് ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് ലെയർ ചെയ്ത് കൊടുത്താൽ മതി. ബിസ്ക്കറ്റ് കൂടുതൽ വെക്കുമ്പോൾ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ലെയർ പോലെ ആയിട്ട് കിട്ടുമ്പോൾ അതൊരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മുടെ പുഡിംഗ് മിക്സിൻ്റെ ഹാഫ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് 3 ലെയറായിട്ടാണ് വേണ്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 3 പോർഷൻസാക്കി എടുത്തിട്ട് അങ്ങനെ ലെയർ ചെയ്താൽ മതി. ഓക്കെ, ഞാനിവിടെ 2 ലെയറായിട്ടാണ് എടുക്കുന്നത്. പുഡിംഗ് ഡിഷ് കുറച്ച് ചെറുതായിട്ടാണെന്നുണ്ടെങ്കിൽ 3 ലെയറായിട്ട് വെച്ച് കൊടുത്താൽ മതി. വീണ്ടും നമുക്ക് ബിസ്ക്കറ്റ് ലെയർ വെച്ച് കൊടുക്കാം.
വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതും നല്ല ടേസ്റ്റ് കിട്ടും. ചൈന ഗ്രാസും ജെലാറ്റിനും ഒന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പുഡിങ് ശരിക്കും രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് ഒരു ദിവസം ഫുള്ള് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. കുറഞ്ഞതൊരു 6 മണിക്കൂർ 4 മുതൽ 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല കട്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് കിട്ടുകയുള്ളൂ. പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെയായിരിക്കും, ലൂസായി പോവും. അപ്പോൾ നല്ലതുപോലെ സെറ്റാൻ വെക്കണം. ഒരു 4 മണിക്കൂർ മുതൽ 6 മണിക്കൂറെങ്കിലും വെക്കണം. ഇനി പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചാലും മതി. ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ താഴെ വെച്ചിട്ട് തണുപ്പിച്ചാൽ മതി. ഒരു 2 മണിക്കൂർ തണുപ്പിച്ചിട്ട് എടുത്താൽ മതി. അങ്ങനെ ഞാനിതൊരു 6 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ കുറച്ച് കൊക്കോ പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 6 മണിക്കൂറോളമായി ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അത് നല്ല ഡിസൈൻ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ കയ്യിലുള്ളത് വെച്ചിട്ട്, എൻ്റെ കയ്യിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ബാക്കിയുണ്ടായിന്, അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളത്, അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ലൈക്ക്, ഷെയർ, കമൻസ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവില്ലേ? ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.